ചെറിയൊരു പൈസക്ക് നമുക്ക് വണ്ടി ഇറക്കാം. ക്യാഷ് ബാക്കിൽ തന്നെ വണ്ടി ഇറക്കാം അല്ലേ? അപ്പോൾ ഒരു ആഷ് ബാഗിന് പ്രൈസിന് ഇറക്കാം. ഫുൾ ലോണ് അല്ലെങ്കിൽ ചെറിയൊരു 1-2 മാസത്തെ EMIക്കുള്ള ക്യാഷ് കൂടി നമുക്ക് അടക്കം കിട്ടുന്ന ഒരു വാഹനമാണ്. ഡീസൽ വണ്ടിയാണ്. ഏകദേശം 20 വരെ മൈലേജും കിട്ടൂല. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, സ്റ്റിയറിംഗ് ബോൾഡ് കൺട്രോൾസ്, എയർ ബാഗ്സ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. ഒരു 19 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാം. ഈ കിഡിന് ഒരു പ്രത്യേകത ഉണ്ട്, വണ്ടികൾക്ക് EMI കുറയും. ആകെ 6 റുപ്യേൻ്റെ അടുത്ത് EMI വരുള്ളൂ. അതായത് ഇപ്പൊ ഒരു ബുള്ളറ്റ് നമ്മൾ വാങ്ങണത് 6-7 റുപ്യ വരും. പിന്നെ അത് 6-8 പോലും വരില്ല. മാക്സിമം ലോണും കിട്ടുന്നുണ്ട്. ഇതാണ് കുറെ ആൾക്കാർ നമ്മൾ വണ്ടി ചോദിച്ചിരുന്നത്. കാരണം കിട്ടുന്നുണ്ടോ കിട്ടും ഇപ്പൊ നമുക്ക് 5 കൊടുക്കുന്ന സ്റ്റോക്ക് എത്രയാണ്, അതാണെങ്കിൽ 65 റുപ്യ കൊടുക്കാം. വെറും 65 റുപ്യക്ക് അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഗംഭീരമായ കളക്ഷന് സാധാരണക്കാരനും അതേപോലെ തന്നെ ഏത് റേഞ്ചിലുള്ള വാഹനങ്ങൾ നോക്കുന്നവർക്കും ഏകദേശം 100-100 ചില്ലം വാഹനങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. 100-ൽ പരം വാഹനങ്ങൾ. അത് നമുക്ക് SUVകളുണ്ട്, ആഷ് ബാഗുകളുണ്ട്, സെഡാനുകളുണ്ട്. ഫുൾ ഓണിലൊക്കെ ഏറ്റവും ചെറിയ ബഡ്ജറ്റ് മുതൽ ഏറ്റവും ഏത് ലെവലിലുള്ള വാഹനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. സണ്ണിലാണ് കൂടെ എന്തും ഡീറ്റെയിൽസ് ഉള്ള കാര്യമുള്ള റാഫിക് തന്നെയാണ്. റാഫിക്, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഏകദേശം എത്ര സ്റ്റോക്ക് ഉണ്ടാവും റാഫിക്ക വരുന്നത്? 100ന്റെ മേൽക്ക് വാഹനങ്ങളുണ്ട് അല്ലേ? നമുക്ക് ഏറ്റവും ചെറിയ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര രൂപ മുതലാണ്? ഏതായാലും ഒരു 10-40 രൂപ സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാം മേൽക്കുള്ള വണ്ടികളുണ്ട്. അതായത് 40,000 രൂപ മുതൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ ബഡ്ജറ്റിലുള്ള വാഹനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മതി. ഒരേ വാഹനങ്ങൾ തന്നെ നമുക്ക് വ്യത്യസ്ത കളർ ഓപ്ഷനിലും അതേപോലെ തന്നെ വ്യത്യസ്ത പ്രൈസ് റേഞ്ചിലൊക്കെ നിങ്ങൾ അവൈലബിൾ ആണ്. ഈ ഒരു സ്വിഫ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന റേഞ്ചിൽ പല റേഞ്ചിലുള്ള വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു വാഹനം എടുക്കാതെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുയോജ്യമായൊരു ഘടകം എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാണ് റാഫിക്ക, നിങ്ങൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പുത്തനത്താണി രണ്ടാലി പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. കൂടുതൽ ആൾക്കാർക്ക് നമ്മൾ ഫോണുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കാം. അതായത് ഇത് നമുക്ക് കറക്റ്റ് ചിലപ്പോൾ ഇവിടെ അടുത്തില്ലാത്ത ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നിങ്ങൾ സണ്ണി യൂസർ കാസ് ഓട്ടോ കൺസൾട്ടന്റ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് കറക്റ്റ് മലപ്പുറം ജില്ലയിൽ നമ്മൾ തൃശ്ശൂർ കാലിക്കറ്റ് പുതിയ നമ്മളെ നാഷണൽ ഹൈവേ പുത്തനത്താണിയിൽ നിന്നും തിരൂർ റോട്ടിലായിട്ട് രണ്ടാലാണ് നമുക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ റാഫിക്ക് ഒരു SUV തുടങ്ങാമല്ലോ. ഫസ്റ്റ് തന്നെ നമുക്ക് മാരുതിയുടെ ഒരു SUV എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം S-Cross ആണ് അല്ലേ? അത് നെക്സ ബ്ലൂവില് ഇത് ഏറ്റവും ടോപ്പ് എൻഡ് ആണ് വരുന്നത്. 2018 മോഡല് ഡീസലാണ് വരുന്നത്. ഡീസൽ. സോ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. അത് മാക്സിമം ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടി. ഫുൾ ഓണും കൊടുക്കാൻ പറ്റൂല. അപ്പോൾ ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ ഓടിക്കുന്നത് 95,000 കിലോമീറ്റർ ഓടിക്കും. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പാണ് വണ്ടി. അപ്പോൾ ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് കാര്യങ്ങളെല്ലാം വരുന്ന ആൽഫ ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഡീസലാണ്. അത് നമുക്ക് മാക്സിമം ലോണിൽ അവൈലബിൾ ആണ്. റേറ്റ് നമ്മൾ പറഞ്ഞത് റേറ്റ് വരുന്നത് 6,90,000 രൂപ. അതായത് നമുക്ക് ഒന്നൊരു സ്വിഫ്റ്റിന്റെ ഒക്കെ പ്രൈസ് 7 ലക്ഷം രൂപ അടുത്ത് നമ്മൾ ലോണും കിട്ടും. അപ്പോൾ ക്യാഷ് ബാക്കിൽ തന്നെ വണ്ടി ഇറക്കാം അല്ലേ? അപ്പോൾ ഒരു ആഷ് ബാഗിന് പ്രൈസിന് ഇറക്കാം. ഫുൾ ലോണ് അല്ലെങ്കിൽ ചെറിയൊരു 1-2 മാസത്തെ EMIക്കുള്ള ക്യാഷ് കൂടി നമുക്ക് അടക്കം കിട്ടുന്ന ഒരു വാഹനമാണ്. ഡീസൽ വണ്ടിയാണ്. ഏകദേശം 20 വരെ മൈലേജും കിട്ടൂല. ഇത് നമുക്കൊരു ഹുണ്ടായുടെ വെന്യൂ വരുന്നുണ്ട്. വൈറ്റ് ഫിനിഷിംഗ് ആണ്. ഫസ്റ്റ് ജനറേഷൻ ആണ് വരുന്നത്. KL 48 നല്ല അടിപൊളി വാഹനം. ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ടയേഴ്സ് ഒക്കെ ഒരു 90% ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2019-20 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. കണ്ടി ക്ലീൻ വണ്ടിയാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. പെട്രോളിൽ ടർബോ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 1 ലിറ്റർ ടർബോ ആകുമ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസും ഉണ്ടാവും. ഈ 1 ലിറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് മൈലേജും കിട്ടൂല. അപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിലാണ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1-ന്റെ ഉള്ളിൽ ഓടിക്കണം. ഫുള്ള് ഹിസ്റ്ററി എല്ലാം പക്കയാണ് അല്ലേ? ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷേ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. അതിലൊക്കെ നമുക്ക് 100% ഗ്യാരണ്ടി പറയും ചെയ്യാം. എത്ര രൂപ ചോദിക്കുന്നത്? നമ്മൾ ആവശ്യപ്പെടുന്ന 6,80,000 രൂപ. 6,80,000 ഒരു ബെസ്റ്റ്. ഇത് മാക്സിമം ലോൺ നമുക്ക് കൊടുക്കാം. മാക്സിമം ലോണും ചെയ്യാം. അപ്പോൾ ട്രാക്കിന്റെ ചെറിയൊരു പൈസക്ക് നമുക്ക് വണ്ടി ഇറക്കാം. മാക്സിമം ലോൺ. ഇത് നമുക്ക് ഒരു ഒന്നുകൂടെ ചെറിയ ബഡ്ജറ്റ് നോക്കുന്നവർക്ക് നിസാന്റെ ടെറാനോ അല്ലേ? ഇത് ഏതാണ്? 85 ആണോ? 110 ആണോ? 110 വരുന്നത്. 2015 മോഡൽ വണ്ടി. ഓക്കെ. 110 ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടി പെർഫോമൻസ് ബേസ്ഡ് ആയിരിക്കും അല്ലേ? ഒന്നുകൂടി നല്ല പെർഫോമൻസ് ഉണ്ടാകും. എഞ്ചിൻ ഒന്നുകൂടി പിക്കപ്പ് കാര്യങ്ങളും ഒക്കെ വരുന്നൊരു വാഹനമാണ്. പിന്നെ ഇതിന്റെ ഫുൾ ലോഡ് ആണ് വരുന്നത്. ഫുൾ ലോഡ് ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് വന്ന വണ്ടി. ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് വന്നത് അല്ലേ? പിന്നെ സിൽവർ ഫിനിഷിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്നും ഈ ഒരു ഫിനിഷിംഗ് നമുക്ക് കിട്ടും ചെയ്യും. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. 46 രജിസ്ട്രേഷൻ ഓടിക്കണേ. 20 ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. കാര്യങ്ങളൊന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടിയാണ്. ഓക്കെ. അലോയ്സ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ട് തന്നെ. ലിമിറ്റഡ് എഡിഷൻ ആണ്. ഫുൾ ഫിറ്റിംഗ്സിൽ വരുന്നുണ്ട്. ഗുരുവായൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്ന ഡീസലിൽ 110 അല്ലേ? എത്ര ചോദിക്കുന്നതാണ്? ഇത് 465. 465. നമുക്ക് ചെറിയൊരു വാഹനം ഇപ്പോഴത്തെ വാഗ്നറൊക്കെ ഇറക്കുന്ന പൈസ ഡീസലിൽ നല്ലൊരു SUV ഇറക്കാം. ലോൺ നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് 4 to 4.5 ഉള്ളിൽ ലോൺ ചെയ്യാം. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ദെൻ
ദെൻ വീണ്ടും നമുക്കൊരു ബ്രസ ഡീസൽ വണ്ടിയാണ്. അത് നമുക്ക് അത്യാവശ്യം 18-20 തന്നെ മൈലേജ് കിട്ടും. പ്രൊജക്ടഡ് ലാംപ്സ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? പ്ലസിൽ വരുന്ന വണ്ടിയാണ്. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? പിന്നെ ഈ ഒരു കളർ ആയതുകൊണ്ട് ഇതിൽ ഡുവൽ ടോൺ ഒന്നും ഇല്ല. ഇതിങ്ങനെ സിംഗിൾ ആയിട്ട് നമുക്ക് പക്ക എക്സിക്യൂട്ടീവ് ആയിട്ട് വന്ന ഏറ്റവും ടോപ്പ് എൻഡിൽ അത് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, ഫോട്ടോ പവർ വിൻഡോ, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, അലോയ്സ്, ഒരു 90-95% ടയേഴ്സ് കാര്യങ്ങൾ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2016 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. മാക്സിമം ലോണിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി ഇതാണെങ്കിൽ നമുക്ക് 6,60,000 കൊടുക്കാം. 660 അത് ഫുൾ ലോൺ 6 to 6.25 വരെ നമുക്ക് ലോൺ ചെയ്യാം. അപ്പൊ അതിൽ 10-40 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ മാക്സിമം അല്ല കൊടുക്കാം, നമുക്ക് ലോൺ ചെയ്യാം. ഡീസൽ ആയതുകൊണ്ട് 18-20 തന്നെ ലോങ് ഡ്രൈവിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം. ഇത് നമുക്ക് അതിന്റെ ഒരു കളർ ചേഞ്ച്, അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ഡ്രസ്സിൽ ആളുകൾ ഒന്നുകൂടി ഇഷ്ടപ്പെടുന്ന വൈറ്റ് അല്ലെങ്കിൽ റെഡ് ആയിരുന്നു അല്ലെ? ഇത് ZD ആണ് വരുന്നത്? അല്ല, ഇത് VD ആണ് വരുന്നത്. ബലേന വരുന്നുണ്ട് അല്ലെ? ബലേന ഒരു സിൽവർ ഫിനിഷിംഗ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഇതെങ്ങനെയായിരുന്നു റാഫിക്ക ഡീറ്റെയിൽസ് വരുന്നത്? 2015 അൽഫാറിന് ഓപ്ഷനിൽ വരുന്നത്. അതായത് ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് അല്ലേ? ഡീസലുമാണ് വരുന്നത്. അപ്പൊ അതായത് നമുക്ക് ഇതിന്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ മൈലേജ് തന്നെയാണ്. ഈ ഒരു എഡിഷനിൽ ഏകദേശം നമുക്ക് ലോങ് ഡ്രൈവിൽ 22 മൈലേജ് ഒക്കെ കിട്ടുന്ന വാഹനമാണ്. ഏറ്റവും ടോപ്പ് എൻഡ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, കീലെസ് എൻട്രി, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്ത വാഹനം. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് ബക്കറ്റ് സീറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2015 സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. കിലോമീറ്റർ 1 അടുത്ത് ഓടിക്കും. ഫുള്ള് ഇപ്പൊ ടൈമിംഗ് ചേരും കാര്യങ്ങളൊക്കെ ഫുള്ള് മാറിയിട്ടുണ്ട്. നേരെ ഫ്യൂൽ അടിച്ച് അങ്ങ് പോയാൽ മതി, വേറെ ഒന്നും നോക്കാനില്ല അല്ലേ? എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്കിത്? നമ്മൾ ആവശ്യപ്പെടുന്ന 5,25,000 റുപ്യാണ്. 5,25 4 to 5 റുപ്യ ഉള്ളിൽ നമ്മൾ ലോൺ കൊടുക്കാം. അപ്പൊ ട്രാക്കിന്റെ ഏകദേശം ഒരു 50 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അപ്പൊ മൈലേജിൽ ഡെയിലി യൂസിന് നോക്കുന്നവർക്ക് മാരുതിന്റെ ഒരു ബെസ്റ്റ് വാഹനം അല്ലേ? അതുകൊണ്ട് ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത്, വൈറ്റ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2018 ഡീസൽ അൽഫ തന്നെ വരുന്നത്. സെയിം ഓപ്ഷൻ ആണ്, കളർ ചേഞ്ച് ആണ് അല്ലേ? വൈറ്റ് കളർ, സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. ഏകദേശം ഫുള്ള് ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഹിസ്റ്ററി എല്ലാം പക്കയായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടൊരു വാഹനം അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിമുകളൊന്നും ഇല്ല, മേജർ ആയിട്ടൊന്നും ഇല്ല. മാക്സിമം നമുക്കൊരു 6,25,000 റുപ്യാണ് വണ്ടി ആവശ്യപ്പെടുന്നത്. 5.5 to 6 റുപ്യേൻ്റെ അടുത്ത് നമുക്ക് ലോൺ കൊടുക്കാം, ലോൺ ചെയ്യാം. ഏകദേശം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 19 രൂപ ചെറിയ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. അതേപോലെ തന്നെ എല്ലാം കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ഒരു വാഹനമാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, സ്റ്റിയറിംഗ് ബോൾഡ് കൺട്രോൾസ്, എയർ ബാഗ്സ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. ഒരു 19 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാം അല്ലേ? അത് നമുക്ക് വാഗ്നർ, അത് നമുക്ക് മാനുവലാണ് വരുന്നത്. നല്ല അടിപൊളി കളറ്. ഇതിൽ വാഗ്നറിൽ ഈ ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ ഒന്നീ കോഫി അല്ലെങ്കിൽ ഈ ഒരു ഗ്രേ അല്ലേ, അതായിരുന്നു കൂടുതൽ ആളുകൾ നോക്കിയിരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 സെക്കൻഡ് ഓണർഷിപ്പിൽ 80,000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി എല്ലാ ഭാഗം ക്ലിയർ ഉള്ള വണ്ടി തന്നെയാണ്. ഇതാണ് നമുക്ക് ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടി. ഫുൾ ഓണിൽ കൊടുക്കും ചെയ്യാം അല്ലേ? നല്ലൊരു ഫാമിലിക്ക് നമുക്ക് കംഫർട്ടായിട്ട് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഏകദേശം ഒരു 16-17 മൈലേജും കിട്ടും. ഇതിന്റെ ഏറ്റവും ഫുൾ ലോഡ് ഇല്ല, VXE ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, റിയറിൽ വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്. അത് നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസ് ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. റേറ്റ് ആവശ്യപ്പെടുന്ന 3,60,000 രൂപ കൊടുക്കാം. 360,000 കൊണ്ട് ലോൺ കൊടുക്കും. അപ്പോൾ നമുക്കൊരു ആൾട്ടോ കൊടുക്കണം ഈ ഒരു പ്രൈസ്. അതിൽ നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു അടിപൊളി വാഹനം അല്ലേ? ഇത് നമുക്ക് വീണ്ടും നമുക്കൊരു i20 ഫ്ലൂയിഡിക് അല്ലേ? ഫ്ലൂയിഡിക് i20 ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2013 സ്പോർട്സ് കാർ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. ഏറ്റവും ടോപ്പിന്റെ തൊട്ട് താഴെയുള്ളത്. പക്ഷെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം ടയേഴ്സ് വരുന്നുണ്ട്, കമ്പനി ഇബിലിറ്റി സ്റ്റീരിയോ, സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾസ്, കോൾ കൺട്രോൾസ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനം. ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? കിലോമീറ്റർ ഓടിക്കണം 1.30 ഓടിക്കണേ. വണ്ടി ക്ലീൻ വണ്ടിയാണ്. പിന്നെ ഒന്നുകൂടി നമുക്ക് സ്വിഫ്റ്റിനൊക്കെ നോക്കുമ്പോൾ ഒന്നുകൂടി പിന്നെ സ്പേഷ്യസ് ആണ് വണ്ടി അല്ലേ? നല്ല പെർഫോമൻസും ഉണ്ട്, സ്പോർട്സും ആണ് ഓപ്ഷൻ വരുന്നത്. ഡീസൽ അല്ല വണ്ടി വരുന്നത്. മൈലേജ് ഏകദേശം ഒരു 20 കിട്ടും ചെയ്യൂല? എത്ര നമ്മൾ ചോദിക്കുന്ന ഈ വാഹനം? നമ്മൾ ആവശ്യപ്പെടുന്ന 2,80,000 2.80 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 2 to 2.5 ഉള്ളിൽ നമുക്ക് ലോൺ കൊടുക്കും. ലോൺ ചെറിയൊരു പ്രൈസിന് വണ്ടി ഇറക്കാം. ഇതുകൊണ്ട് അതിന്റെ തൊട്ട് ശേഷം ഇറങ്ങിയ ജനറേഷനാണ് എലൈറ്റ് അല്ലേ? എലൈറ്റിന്റെ ഫസ്റ്റ് ജൻ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2017 മാഗ്ന പ്ലസ് ആണ് വരുന്നത്. മാഗ്ന പ്ലസ് ഡീസലിൽ വരുന്ന വണ്ടിയാണ്. ഏകദേശം ഈ പറഞ്ഞ പോലെ നല്ല പെർഫോമൻസ്, നല്ല ഫീച്ചേഴ്സ്. നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ കൊടുക്കുന്ന ക്യാഷിന് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനമാണ്. മിഡിൽ ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് 6 ഗിയർ, ഇത് 5 സ്പീഡ് തന്നെയല്ലേ വരുന്നത്? 5 സ്പീഡ്. സോ നല്ല സ്പോർട്ടിയാണ്. ഏകദേശം 20 തന്നെ മൈലേജ് കിട്ടും.
AC പോസ്റ്ററിങ്, പവർ വിൻഡോസ്, റിയറിൽ AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്കാണെങ്കിൽ 5,30,000 കൊടുക്കാം. 5.30 ഡീസൽ വണ്ടി, 5 ആ ഫുൾ ഓൺ ആയിട്ട് കിട്ടുന്ന ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യും ചെയ്യാം അല്ലേ. ദെൻ നമുക്ക് ഇനി ഒരു സെഡാനിലോട്ടാണ് പോകുന്നത്. എത്തിയോസ്. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ ആണ് വരുന്നത്. 2011 VX ആണ് ഏറ്റവും ഫുള്ളോട് വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണോ അത്? അല്ല, റീ ആണ്. പക്ഷെ നല്ല ക്വാളിറ്റി, നമുക്ക് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, ക്ലിയർ ഉള്ള വണ്ടിയാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2011 വണ്ടിയാണ്. ഇതാണെങ്കിൽ 2,20,000 ആവശ്യം. 2,10 ഫൈനൽ 2,10. ചെറിയൊരു പ്രൈസിന് വലിയൊരു വണ്ടി അല്ലേ. അപ്പൊ അത്യാവശ്യം നമുക്കൊരു ഫാമിലി യൂസിങ്ങിന് ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇതിന് നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവോ? ലോൺ നമുക്കൊരു 1 to 1.5 ലോൺ നമുക്ക് ചേഞ്ച് ചെയ്യാം അല്ലേ. ഇതാണ് അതിന്റെ ഒരു പ്ലാറ്റിനം ടൈപ്പ് വരുന്ന ഒരു വണ്ടി അല്ലേ, വൈറ്റ് ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2016 റീ വണ്ടിയാണ്, ഡീസലാണ് വരുന്നത്. പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടൊക്കെ നമ്മൾ ഫുള്ള് വൃത്തിയാക്കി കൊടുത്തോളാം. നിലവിലിപ്പോൾ വന്ന കണ്ടീഷനിലാണ്, നമ്മളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ മൈലേജ് ഒരു 20 എന്തായാലും കിട്ടില്ല. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, നല്ല കംഫർട്ടാണ്, മെയിൻ്റെനൻസ് ഫ്രീ ആണെന്ന് തന്നെ പറയാം. ഈ ഒരു വാഹനത്തിന് എത്ര ചോദിക്കുന്നത്? നമ്മൾ 4,60,000 കൊടുക്കുക. 4 ലക്ഷം റുപ്യ അടുത്തുമ്പോൾ ലോണും ചെയ്യും. അപ്പോൾ അതാണ് നമുക്ക് ഒരു 10-60 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. മോഡലും ഉണ്ട്, അത് നമുക്ക് ഡീസൽ വണ്ടിയാണ്. ഏതാ വീണ്ടും അതിൻ്റെ ഒരു കളർ ഓപ്ഷൻ റെഡ് ഇല്ല. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2012 മോഡലാണ് വണ്ടി. നമ്മൾ പ്ലാറ്റിനം ടൈപ്പിലേക്ക് ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. ഫുള്ള് വർക്ക് എടുത്ത വണ്ടിയാണ്. ഇതാണെങ്കിൽ 3,70,000 കൊടുക്കാം. 3,70,000 അല്ലേ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? കിലോമീറ്റർ വരുന്നത് 1,20 ഓടിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ടൊയോട്ടനെ സംബന്ധിച്ച് ഒരു ഓട്ടം അല്ല എന്ന് പറയാം അല്ലേ. പക്കയാണ് വണ്ടി. എത്തിയോസ് ലിവ ബ്ലൂ ഫിനിഷിംഗ് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2011 മോഡല്, ഒറിജിനൽ കേരള വണ്ടി, 12 രജിസ്റ്ററുള്ള വണ്ടിയാണ്. പ്ലാറ്റിനം ടൈപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് അല്ലേ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ ഓടിക്കണം 1,40 ഓടിക്കണേ. എല്ലാ ഭാഗം ക്ലിയർ ഉള്ള വണ്ടിയാണ്. അതാണ് 3 ലക്ഷം റുപ്യ ഫൈനൽ നമുക്ക് കൊടുക്കും. ചെറിയൊരു പ്രൈസിന് ഒരു ബെസ്റ്റ് വാഹനം അല്ലേ. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 2 to 2.25 വരെ നമുക്ക് ലോണും ചെയ്യാൻ പറ്റൂല. അത് പ്ലാറ്റിനം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് വാഹനം ഇറക്കും ചെയ്യാം. അടുത്ത അതിന്റെ ഒരു സിൽവർ ഫിനിഷിംഗ് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2015 ഒറിജിനൽ കേരള വണ്ടിയാണ്. 4,80,000 കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടിയാണ് അല്ലേ. ഫുള്ള് ഷോറൂം സർവീസ്, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. അതും പ്ലാറ്റിനം ടൈപ്പ് ആണ് വരുന്നത്. പക്ക ഹിസ്റ്ററിയാണ്. എത്ര ചോദിക്കുന്നത്? 4,85 കൊടുക്കാം. 4,85. അതിൽ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 4 to 4.5 വരെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും. അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു 10-35 രൂപ ഉണ്ടെങ്കിൽ ഒറിജിനൽ കേരള എത്തിയോസ് ലിവ നമുക്ക് കൊണ്ടുപോകാം. എല്ലാം പക്കായിട്ടുള്ള ഒറിജിനൽ കേരള വാഹനം. ഇനി നമ്മുടെ ഡുവൽ ടൂളിൽ ഒരു കിഡ്ലം വാഹനം അല്ലേ. ഇത് കേരള വണ്ടി തന്നെയാണ് വരുന്നത്. ഇത് റീ വണ്ടി, കേരള വണ്ടിക്കാട് വൃത്തിയുള്ള വണ്ടി. വൃത്തിയുണ്ട് അല്ലേ. അത്രയും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വാഹനം. ക്വാളിറ്റി വണ്ടി. ഇന്റീരിയർ ഒക്കെ നല്ല പെട ഇന്റീരിയർ ആണ്. അഡീഷണൽ ആയിട്ട് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 4 ടയേഴ്സ്, അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. ആൻഡ്രോയിഡ് സെറ്റ് കണ്ടമാനം വർക്ക് അത്യാവശ്യം ചെയ്തിട്ടുണ്ട് അല്ലേ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2015 GD SP വരുന്ന വണ്ടിയാണ്. അപ്പൊ നമുക്ക് എയർ ബാഗ്സ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന വാഹനമാണ്. ഇന്റീരിയർ ഒക്കെ നല്ല പെട ഇന്റീരിയർ ആണ്. ഒരു കേരള വാഹനത്തിന് അതേ ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി അല്ലേ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2015 മോഡൽ വണ്ടി വരുന്നത്. ഇതാണെങ്കിൽ 4,40,000 കൊടുക്കാം. 4,40 അല്ലേ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറങ്ങാൻ പറ്റും? നമുക്ക് ഒരു 3.5 വരെ നമുക്ക് ലോൺ ചെയ്യാം. 3.5 വരെ നമുക്ക് ലോണും ചെയ്യാം അല്ലേ. അടുത്ത നമുക്ക് വീണ്ടും ഒരു ചെറിയ ബഡ്ജറ്റ് നല്ലൊരു കിഡ്ലം വാഹനം നോക്കുന്നവർക്ക് മോഡൽ കൂടിയ ഒരു റെനോ കിഡ് അല്ലേ. ഇത് മാനുവൽ ആണത് ഓട്ടോമാറ്റിക് ആണ്. 2021 മോഡൽ വണ്ടി. വെറും 30,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ് അല്ലേ. കുറെ ആൾക്കാർ കുറെ ആൾക്കാർ ചോദിച്ചു ഓട്ടോമാറ്റിക് ഉണ്ട് വന്നിട്ട് നമ്മൾ പുതിയ സ്റ്റോക്കിൽ വന്നിട്ട് 2021 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ആകെ 30,000 കിലോമീറ്റർ വണ്ടി ഓടി. ഫുൾ ഓൺ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഫുൾ ഓണിൽ കൊടുക്കാം. ഓട്ടോമാറ്റിക് ആണ്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലേഡീസിനൊക്കെ ഇതിന്റെ ഗിയർ നോബ് പറഞ്ഞാൽ സിമ്പിളി നോബാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പുതിയ വാഹനങ്ങളൊക്കെ പുതുതായിട്ട് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചവരെ സംബന്ധിച്ചും കംഫർട്ടായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഒരു അടിപൊളി ഓട്ടോമാറ്റിക്. അത് നമുക്ക് ഫുൾ ഓണിൽ ചെയ്യാം. ലോ കിലോമീറ്റർ വാഹനം അല്ലേ. പ്രൈസ് പറഞ്ഞിട്ടില്ല. 3,80,000 കൊടുക്കാം. 4 രൂപ അടുത്ത് ലോണും കൊടുക്കാം. അപ്പോൾ ഈ 20 രൂപ നമുക്ക് ക്യാഷ് ബാക്കിൽ തന്നെ ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനം. പിന്നെ അതിൻ്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ്. കളർ ചേഞ്ച് ഡുവൽ ടൂൺ ഒക്കെ വരുന്ന ഒരു കിഡ് ക്ലൈംബർ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2019 മോഡല്. ഒരു 50,000 കിലോമീറ്റർ ഓടി. 4 പുതിയ ടയേഴ്സ് തന്നെ വരുന്നില്ല. ഒന്നും നോക്കാനില്ല. ഏറ്റവും ഫുള്ളോട് വണ്ടിയാണ്. ഇത് മാനുവൽ ആണ്. അപ്പൊ ഇനി കിഡ് മാനുവൽ വേണ്ടവർക്ക് മാനുവലും ഉണ്ട് അല്ലേ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? കിലോമീറ്റർ 50,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഇത് നമുക്ക് ഫുൾ ഓൺ ആയി കൊടുക്കാൻ പറ്റും. ഫുൾ ഓൺ ആയി കൊടുക്കാം. 2,90,000 കൊടുക്കാം. ഈ കിഡിന് ഒരു പ്രത്യേകത ഉണ്ട്. വണ്ടികൾക്ക് EMI കുറയും. ആകെ 6 രൂപേൻ്റെ അടുത്ത് EMI വരുള്ളൂ. അതായത് ഇപ്പൊ ഒരു ബുള്ളറ്റ് നമ്മൾ വാങ്ങണത് 6-7 രൂപ വരും. പിന്നെ അത് ആ റേറ്റ് പോലും വരില്ല. മാക്സിമം ലോണും കിട്ടുന്നുണ്ട്.
ഇതാണ് കുറെ ആൾക്കാർ നമ്മൾ വണ്ടി ചോദിച്ചിരുന്നത്, കാരണം കിട്ടുന്നുണ്ടോ കിട്ടും ഇപ്പൊ നമുക്ക് 4-5 കൊടുക്കുന്ന സ്റ്റോക്ക് എത്താൻ. അതായത് ഒരു ബൈക്കിൽ നിന്ന് നേരെ ഒരു കാറിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. EMI ആണ് ആൾക്കാർ കൂടുതൽ ചോദിക്കുന്നത് അടവിന്റെ ആ കാര്യത്തിൽ. ഈ വണ്ടികളൊക്കെ പക്കായിട്ട് നമുക്ക് അപ്പോൾ 0 ഡൗൺ പേയ്മെന്റ് നമുക്കൊരു 5-6 റുപ്യക്ക് EMI നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ ചെയ്യാം. ഇനി ഇതാണ് അതിന്റെ വീണ്ടും ഒരു കളർ ചേഞ്ച്. ഇത് ഷോറൂമിൽ ചെന്ന മാതിരിയാണ്. സിൽവർ ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്. ഇനി ഇത് ഏതായിരുന്നു മോഡല്? ഇത് റെഡ് കളർ, 2018 മോഡല്, ഫസ്റ്റ് ഓണർ വണ്ടി തന്നെയാണ്. ഇത് 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, അല്ല 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. ഇത് നമുക്ക് ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. എത്ര ചോദിക്കുന്നത് നമ്മൾ? ഇത് ചോദിക്കുന്നത് 2,80,000 രൂപ, 250 ലോണും ചെയ്യാം. അപ്പൊ അതാണ് ഇതൊക്കെ നമുക്ക് പല 1000 cc വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ടാവും അല്ലെ. മൈലേജ് നമുക്ക് അത്യാവശ്യം മൈലേജും കിട്ടും. 18-20 കിലോമീറ്റർ അടുത്ത് എന്തായാലും മൈലേജും കിട്ടും അല്ലെ. ഇതാ വീണ്ടും അതിന്റെ ഒരു ഗ്രേ ഫിനിഷിംഗ് അല്ലെ. ഇതും 2015-16 രജിസ്റ്ററുള്ള വണ്ടിയാണ്. ഇതും സിംഗിൾ ഓണർഷിപ്പ്, 50,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുള്ളൂ. ഇതും ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇതാണെങ്കിൽ 2 ലക്ഷം രൂപ കൊടുക്കാം, ഇതും ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാം. ഇതിന്റെ കളർ ചേഞ്ച് ആണെങ്കിൽ വൈറ്റും വരാനുണ്ട്, അതുമാണ് നമുക്ക് ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാം. അപ്പൊ കിഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏത് കളർ ആണെങ്കിലും ഇവിടെ ഉണ്ട്. അത് നമുക്ക് ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, എല്ലാം ഫുൾ ഓൺ അല്ലെങ്കിൽ ട്രാക്കിന്റെയും ക്യാഷ് ബാക്കിൽ വരെ ഇറക്കാം. ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ EMI അല്ലെ, 6,000 സംതിങ് EMI വരുള്ളൂ. അതും ഫുൾ ഓണിൽ നമുക്ക് വാഹനം ഇറക്കും ചെയ്യാം. ദെൻ അടുത്ത് മൈക്ര. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2011 XV ബട്ടർ സ്റ്റാർട്ടിങ് ഇതിൽ വരുന്ന വണ്ടിയാണ്. ഏറ്റവും ഫുൾ പ്രീമിയം അല്ലെ. പെട്രോൾ ആണ് വരുന്നത്? ഡീസലിൽ ഏറ്റവും ടോപ്പ് എൻഡ് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, അതേപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, റിയറിൽ AC സെറ്റ് കാര്യങ്ങൾ എല്ലാം വരുന്നുള്ള ഒരു വാഹനം. പിന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് ലിവ നോക്കുന്ന പോലെ തന്നെ നമുക്ക് നല്ല മൈലേജ്, ലോങ് ഡ്രൈവിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. 20-24 മൈലേജ് കിട്ടും. എന്നാൽ നമുക്ക് ലിവനെ അപേക്ഷിച്ച് ഒന്നുകൂടി പെർഫോമൻസ് കൂടുതലുമാണ് അല്ലേ. അതുകൊണ്ട് ചെറിയ ബഡ്ജറ്റിൽ നല്ല അത്യാവശ്യം കളക്ഷൻ കൂടി നമുക്ക് ഒന്നുകൂടി പരിചയപ്പെടാം. ഫസ്റ്റ് സാൻഡ്രോ, ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2012 രജിസ്റ്ററുള്ള വണ്ടി, 50,000 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് വണ്ടി. ഇതാണ് 1,25,000 രൂപ കൊടുക്കാം. 1,25,000 അല്ലേ. പേപ്പറൊക്കെ ഫുൾ ഫിറ്റ് അല്ലേ? ഫിറ്റ് വണ്ടി, ഫുൾ ഫിറ്റ് അല്ലേ. അടുത്ത് നമുക്ക് റെഡിഗോ 2 വരുന്നുണ്ട്. ഇത് നമുക്ക് മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ഫാമിലി കാറാണ്. വൈറ്റ് വരുന്നുണ്ട്, നമുക്കൊരു ഗ്രേ ഫിനിഷിംഗ്. ഫുൾ ഓൺ ആയി കിട്ടുന്ന വണ്ടിയാണ്. രണ്ടും ഫുൾ ഓണിൽ കിട്ടൂല, കുറവാണ്. അത് നമ്മള് കിഡ് പറഞ്ഞ പോലെ തന്നെ ചെറിയ EMI നമുക്ക് ഏകദേശം ഒരു 6 റുപ്യാന്റെ ലെവലിലേക്ക് EMI, അതും ഫുൾ ഓൺ അല്ലേ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2016 വണ്ടി, 1,70,000 ആവശ്യപ്പെടുന്ന 1,70,000 ലോണും ചെയ്യാം. ഏകദേശം ഒരു 18 തന്നെ മൈലേജ്, 18 മോഡൽ കിട്ടും, 20 കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടൂല. ഞാനൊരു വൈറ്റ് ഫിനിഷിങ്, ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2017 മോഡല്, ആകെ 50,000 ഓടിച്ചുള്ളൂ. പോളിഷ് ചെയ്ത് ഇതൊക്കെ പോവും, ഇവിടെ റഷ് ആയി നിൽക്കണ നോക്കണ്ട. ഫുൾ വൃത്തിയാക്കിയിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ ഫുള്ള് വൃത്തിയാക്കി കൊടുത്തോളാം. ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് 1,90,000, ആ 1,90,000 ലോണും ചെയ്യാം. 800 cc അല്ലേ ഇത് വരുന്നത്? 800 cc അല്ലേ വരുന്നത്? ഇത് 1000 cc ആണ് വരുന്നത് അല്ലേ. ഇനി തവണ നമുക്ക് വാഗ്നറിന്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ സ്റ്റിംഗർ അല്ലെ, നല്ല വൈറ്റ് വീല് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 13-14 രജിസ്റ്ററുള്ള വണ്ടിയാണ്. ഇത് മാക്സിമം ലോൺ നമുക്ക് കൊടുക്കാം. 2 ലക്ഷം രൂപ ലോൺ കൊടുത്തോളാം. ഈ വണ്ടി ആവശ്യപ്പെടുന്നത് 2,40,000 കൊടുക്കാം. 2,40,000 അത് നമുക്ക് 40 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ കിട്ടുന്നത്. ഇതിന്റെ ഒന്നുകൂടി അതിന്റെ തൊട്ട് മുമ്പത്തെ ഒരു ജനറേഷൻ അല്ലേ. 2007 മോഡല്, പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ എടുത്താണ്. ടയർ ഭാഗം 4 ടയറും പുതിയതാണ്. ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് 1,20,000 കൊടുക്കാം. 1,20,000 കൊടുക്കാം അല്ലേ. ഇനി നാനോ വരുന്നുണ്ട്. 2014 മോഡൽ വണ്ടി, അതാണെങ്കിൽ 65 രൂപ കൊടുക്കാം. വെറും 65 രൂപയ്ക്ക് അല്ലേ. സണ്ണിലായിരുന്നു നമുക്ക് എല്ലാ വാഹനങ്ങളൂടെ ഒരുമിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് അത്രയും വാഹനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓരോ പാർട്ടിലും നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നിങ്ങൾ അന്വേഷിക്കുന്ന പല റേഞ്ചിലുള്ള വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ട്. ഇനി 2 പാർട്ട് കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട്. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വാഹനങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ചെറിയ ബഡ്ജറ്റിൽ ഒത്തിരി വാഹനങ്ങൾ നോക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സണ്ണ് യൂസ്ഡ് കാർസിലാണ്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ, മലപ്പുറം കാലിക്കറ്റ്, തൃശ്ശൂർ പുത്തനത്താണി രണ്ടാലേറെ സ്ഥലത്താണ്. അതായത് നമുക്ക് തൃശ്ശൂർ കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ പുത്തനത്താണി കേട്ടോ. പുത്തനത്താണിന്ന് തിരൂർ റൂട്ടിലായിട്ടാണ്, രണ്ടാലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. ഇനി ഗൂഗിള് സണ്ണ് ഓട്ടോ കൺസൾട്ടൻറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതായത് നമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് വിളിച്ചാൽ നമുക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നൊരു വീണ്ടും കാണാം. റിയാസ് ആൻഡ് റാഫിക്ക സൈനിങ് ഓഫ്.